എവിടെയാടാ? ഇവിടെ ഇറങ്ങ. ഇറങ്ങ്. ദാ ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തിൽ തൂ ഏ കാം കരോ ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ ബോഡി ദഹിപ്പിക്കാൻ. ഹേ ജൽദി താരാതാരി. ഓ അവനെ കൊണ്ട് കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരല്ലേ വയ്ക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേളവായി തൂ കാം കരോടാ ജൽദി. പോയി തോലൊന്നും ഇല്ല. താരാതാരി താര നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്തായിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങളും ഇവരുമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിന്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ ഇപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരേടത്ത് കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എങ്കിൽ കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ്, മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയിലെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടെ? ദോ അവിടെ ചെന്ന് നോക്ക്. ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാകുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ട് കത്തിക്കാൻ പറ്റുള്ള. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെ ഇല്ലേ? അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുവിലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊത്തി അവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ ആംബുലൻസ് കൂടെ വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. അഞ്ജലി ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാളിയാ. അവളാ കരഞ്ഞിട്ട് മൂക്ക് വീഴണൊക്കെ കാണണം. ഏസ്തറ്റിക്ക് ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഏയ് ആരൊക്കെയാ വന്നടേ? ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ബംഗാളേ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂലേ പോയി ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞു വിട്ടാ അത് കന്നിമൂലയാണ്. പെരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞൂടെ ഈ സംസാരിക്കാൻ പോവൻ. പെരേടത്തിന് കന്നിമൂല ഇല്ലെന്നാ. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി ഉടക്കാൻ നിൽക്കല്ലേ. പടാ കന്നിമൂല കന്നിമൂലേ പോടാ ഇറക്ക ജൽദി താരാതാരിക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോ എന്തൊക്കെയോ മാറ്റം ഉണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ബാൻഡ് മേളോ?
അഞ്ജലി നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടും ഉണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം. ഞാൻ ഒന്ന് വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പൊ തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ അഞ്ച് ഞാൻ നല്ല വൈബ് പരിപ്പിടല്ലേ അളിയാ? അതൊക്കെ തന്നെ ബോഡി ഇപ്പൊ കൊണ്ടുവരും. കുപ്പി എടുക്കണ്ട, നീ ഷെയർ ഇട്. ഡേയ് ഞാനല്ലടെ 2 കിലോ ചിക്കൻ സ്പോൺസർ ചെയ്താ. എടാ നീ കളിക്കല്ലേ, ആരെങ്കിലും വിളിച്ചിട്ട് കാശ് ഒപ്പിച്ചാണ്. ആരെങ്കിലും വിളിച്ച് കാശ് ഒപ്പിക്കാൻ പറയാം. ഈ സമയത്ത് ഞാൻ ഇവിടെ പോകാനാണ്. നീ ഇത് പിടിച്ചാണ്ടാ എന്താ പിടി. ആരെങ്കിലും വരണാന്ന് നോക്കിയോ? ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടാ. 4000 ഇന്ന് മുരളി എണ്ണന് ചെലവ് തന്നെ. മരണം, സഞ്ചയനം, കരിനാള്, കുളിയടി എന്തരം. അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ഇരിക്കട്ടെ. എന്നെ അവൾ ഇതുവരെ കണ്ടില്ലളിയാ. എൻ്റെ ഫോണെത്തി തന്നാണ്. എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയാണ് അവള്. ഞാൻ ഇവിടെ നിൽക്കണേ, അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ. എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഓ അറിയാം. ഇത് ചെയ്തിരുന്നിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ. നീ നിന്റെ കാര്യം നോക്കി പോയാണ്. എന്തോന്നളിയാ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഇനിയിപ്പോൾ അവൻ്റെ മണ്ണുള്ള ഷോ തുടങ്ങും. നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യണമെന്ന് പോട്ടെ കേട്ടോ. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ട് നിറക്കിയ? പിന്നെ കസേരയും ടാർപ്പൊക്കെ കരകത്തി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എന്തിന്? അല്ലണ്ണ അത് പിന്നെ അണ്ണനെ കണ്ടുമില്ല. എന്തിനു കണ്ടില്ല അന്ന്? ഇവിടെ അങ്ങ് സമയം കഴിഞ്ഞു പോയാ? ഇത് ഹൈക്കോട്ടിക്കോണം കരയോത്തിൻ്റെ പരിധി പറഞ്ഞ വീടാണ്. ഇവിടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കരയോത്തിനറിയാം. ഓ നിങ്ങൾ നോക്കി, നിങ്ങൾ താരം പറഞ്ഞ അവിടെ നോക്കണ്ടെന്ന്. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ പറക്കൊണ്ട് പൊയ്ക്കണം. പിറക്കൊണ്ട് പോണേ ഇവിടെ. വേണമെങ്കിൽ നിങ്ങളെ കസേരൻ്റെ അവിടെ എവിടെയെങ്കിലും ഇട്ടോ. അത് തീരുമാനിക്കാൻ നിൻ്റെ വീടല്ല. അണ്ണാ നിങ്ങളെ വിടുമല്ലോ, നിങ്ങളങ്ങ് തീരുമാനിക്കാൻ. ഇത് എൻ്റെ വാർഡിനകത്ത് വരുന്ന വീടാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്ത് ചെയ്യണം. ഇത് കരയോഗമാണ് പറയണത്. എങ്കിൽ ഈ പറയണത് വാർഡ് മെമ്പറാണ്. മെമ്പറൊക്കെ അങ്ങ് പഞ്ചായത്തിൽ മതി. മരണ വീട്ടി വേണ്ട. മരണ വീട് എന്ത് നിങ്ങൾക്ക് എഴുതി തന്നേക്കണം. നിനക്ക് മുട രസമുണ്ട്. എനിക്ക് വരാസം അല്ലേ? ഇതെല്ലാം ഇപ്പം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ കരയോ ഒന്നിനും കൂടെ വയ്ക്കില്ല, പറഞ്ഞേക്കാം. കുമാരേ അണ്ണ ഇറക്കണം. കുമാരേ വേണു കന്നിമൂലയിലാണ് അടക്കാൻ പോണത്. ഇതാരാണ് ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചത്? വേണോണ അത് അപ്പുറത്തെ പ്രശ്നമാണ്. അവരെ വഴിയുടെ അരിവിലിട്ട് കത്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ്. ഏത് പ്രശ്നം? അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? വാ. അഞ്ജലി ആരെയൊക്കെ വെട്ടി തള്ളണം. ഭൈരവം കൊണ്ടുവന്ന് ബംഗാളി. ഓ ഡേ ഭായ്, ഇധർ നഹീ ഉധർ ജാവോ, സാഫ് കരോ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പോയി വെച്ചടാ. പോടാ ജാവോടാ. ജാവോ. എന്നാലും അണ്ണാ ഇറക്കി വെച്ച കസേരയൊക്കെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സ്വപ്പം അന്യായല്ലേ അണ്ണാ? കുമാരേ ഞാൻ പറയണം, നീ കേള്. എൻ്റെ മോളെ കല്യാണം അവിടെ പന്തളത്ത് കരയോഗം വഴി ഇവിടെ വേണോണ്ണൻ്റെ അടുത്ത് വിളിച്ചാണ് നമ്മളെ പറ്റിയൊക്കെ അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വേണോണ്ണനെ പിണക്കിയ. എനിക്കറിയാലോ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. എന്തോ പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ ഹരീന്ദ്രേ. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നിന്നെ ഞാനല്ല. ഇനി എണ്ണം വിട്ടു. 7 കൊല്ലം ആദ്യം കോടതി കയറി ഇറങ്ങിയിട്ട് കിട്ടിയ വഴിയാണ്. അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയോളൂ അവക്കൊക്കെ. നോക്കിക്കോ. അവക്കൊക്കെ എവിടൊക്കെ പെരേടെ കിടക്കണേ. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ എനിക്ക് പറ്റൂലെന്ന്. അപ്പൊ നിനക്കൊക്കെ
ശക്തിച്ചേട്ടനല്ലേ അത്? എടി ശക്തിച്ചേട്ടൻ. ഏത്? എന്റെ കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. ഓ അച്ഛാ, അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തിച്ചേട്ടൻ. ഈ വേട്ടവാളിനുണ്ടോ? അതാര്? എനിക്ക് വയ്യ ഇത്. ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? ആരെയാന്ന് കളവാ? കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. പ്രസന്ന ഇവിടെ വിളിച്ചോണ്ട് പോ. എന്തൊരു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിച്ചോക്കി അതിനു മുമ്പ് അമ്പികെ കത്തിക്കണം. സതീശ ഡേടേ വേറെ ആരുമല്ല, കരയവും പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രി അതെന്ന് എനിക്കറിയണ്ട. ഇത് ഇപ്പൊ എന്റെ വഴിയെടുത്തുനിന്ന് മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ ഇട്ട് കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളവർ നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന, ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല, അടിക്കാ അവനെ. എന്റെ അണ്ണ, നിങ്ങൾക്ക് ഇങ്ങനെ നടുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല, വല്ലമാരെ വാക്കും കേട്ടും. പ്രസന്ന, മാമൻ ഇടയ്ക്ക് അവിടെയുണ്ട്. അന്ന് വെച്ച തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടയ്ക്കുമോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കം വരുള്ള. പ്രസന്ന മുരളി അടിയവനെ, അടിക്കാവനെ. നീ ഒന്നടിച്ച് നോക്കിയാണ്. ആ പ്ലാഗം പൊട്ടി അവനെ അടിയടാ. പ്രസിഡന്റ് ആണോ പറഞ്ഞ അടിയവനെ. അയ്യോ, എന്നെ ഇവിടെ തടിച്ചിട്ട് സമാധാനത്തെ അവരെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണ പോലെ. ഈ പ്രസന്ന ആരാണെന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ അവിടെ കിടന്ന് ഓടും. പ്രസന്ന കൊണ്ടാ പറഞ്ഞത്. മതി വാ. മാമിക്ക് മര്യാദയ്ക്ക് ഒരു അടക്കണി കൊടുക്കണം. എന്നെ മരുമോനായിട്ടല്ല, ഞാൻ മോനായിട്ടാണ് മാമി കണ്ടിട്ടുള്ളത്. അണ്ണ ധൈര്യമായിട്ടിട്ട് നമ്മളൊക്കെ ഇല്ലേ? കുമാര വാടാ ഇരിടാ. ഓ ഇല്ലണ്ണ, അങ്ങനെ രസേന ഞാൻ ഇരിക്കൂല. എത്ര നേരം വിളിച്ചിട്ട്? അച്ഛാ താണ്ടേ ശ്രീകാര്യത്ത് ഗ്രൗണ്ട് ഇരിക്കായിരുന്നു. എങ്ങും പൊക്കളയിൽ ഇവിടെ തന്നെ കാണണം. ഓ നിന്നാണ് ഉണ്ണിച്ചേട്ടൻ ലീവ് കിട്ടൂല. അപ്പം നീ വേണം കർമ്മം ചെയ്യാനുള്ളത്. അകത്ത് എവിടെയും ഇരി, അല്ലാ സമയത്ത് തിരക്കി കിടക്കാനൊന്നും പറ്റൂല. ഏത് നേരം നോക്കിയാലും ഗെയിം കളിയാണ്. അത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ പോലും എടുക്കൂല, കട്ടായി കളിയൊന്നേ. കുട്ടത്തി പ്രസന്റിന് വേഷ കെട്ടിയടി കൊള്ളാം. പ്ലച്ചെന്ന് കേട്ടു മാമി. ഒരു 5 കിലോ വരും ഒരടി. പ്രസന്റ് അണ്ണൻ പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചെന്നങ്ങ് വീണ്. മുരളി അടിയടിച്ചത്? ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ. മറ്റേ സതീശൻ എന്ന് പറയുമ്പോ എന്തൊരു നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് ഒമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പയെ പറഞ്ഞിളക്കി ഇത്രയാക്കി വെച്ചത്? ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ.
അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടക്കായ. സതീശ എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളി അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്, നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ്ണ. പ്രസന്നമല്ല കേസിനും പോയല്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത് നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പാവൂല്ലേ. അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞോളിയാ. നില്ല, ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീടിന്റെ ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് വന്ന് കരയിട്ടാളിയാ. നീ കരയെ പിടിക്കെ ചിരിക്കുക എന്തോണോ ചെയ്തോളിയാ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ, നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ടാണ്. പിന്നെ 3:30 എങ്ങനെ ആവണത്? അത് പിന്നെ എന്തൊരു എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. മുരളി 3:30 എടുക്കണത് ഓമ്മ. എന്ത് 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മാറ്റിയെന്ത്? അമ്മ ചുമ്മാ എന്തൊരു പാടാ. എന്തരണ? പിന്നെ ഇനി അവരടക്കാൻ നേരത്ത് ഈ പ്രസന്നം വന്ന് വല്ല കലിപ്പുണ്ടാക്കുവോ? അവനായിട്ടൊന്നും പറയാൻ പറ്റൂലണ്ണ. പന്തളത്ത് നിന്ന് അവർ വരുമ്പോ ഇവിടെ കാര്യങ്ങൾ നീറ്റായിരിക്കണം. അല്ലാതെ അടിയും വെള്ളവും വഴക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലേ ആകെ നാണക്കേടാണ്. ചിലപ്പോ ഈ കല്യാണം തന്നെ മുടങ്ങി പോയിന്ന് വരും. ഇപ്പൊ എത്രയും പറ്റുന്ന ഡേ സുധാരം അവൻ അടക്കിയെടുത്ത് തന്നെ ഇവരടക്കണമെന്നൊന്നുമില്ല, മനസ്സിലായ അണ്ണ? അത് നിന്റെ കൊച്ചിന്റെ കല്യാണം ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഈ ഏപ്പരാജ് പ്രസന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഡേ ഭായി സുനോ, യഹാ നഹി വഹാ നഹി, ഉദർ ഏക്ക് ആഞ്ഞിലി മൂട് ഹേ ഉദർ. അവിടെ പോയി വൃത്തിയാക്ക്. പോ ജൽദി ജാവടാ. ഡേ നമ്മാട്ടി നിന്റെ അച്ഛൻ എടുത്തോണ്ട് വരുമോ? ഇതെവിടുന്നുണ്ട്? ദാണ്ടേത് അപ്പുറത്തെ പ്രസന്നന്റെ മോനും കുറെ പിള്ളേരും കൂടാ ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാ? അല്ല, അവന്മാരത് ഇനി നിർത്തുമെന്ന് തോന്നണില്ല. ഇടപെടാന്ന് വെച്ചാ പ്രസന്നനാണ് ആള്. അല്ല വേണ്ട, ആമാര് കൈയടയ്ക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളും. ബാവാ പോകുമ്പോ ഇതെന്തോന്ന് റിസർവ് ഫോറസ്റ്റാ? എല്ലാം നിമിത്തമാണ് അഞ്ജലി, അതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ള 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ. പച്ചനെ കാര്യം നിന്നെ മനസ്സിലായ? നീ ഇത് പോവാൻ നോക്കിയാണ് ഇവിടുന്ന്. എടി, നിന്റെ കല്യാണം ഉറച്ചെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. അതിന് ഞാൻ എന്തിനു വേണം? ഇതൊരു കഷ്ടം ഈശ്വരാ. അഞ്ജലി, നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് നീ ജീവിക്കാനുള്ളത്, അല്ലാതെ നിന്റെ വീട്ടുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ല. അത് ഞാൻ എന്തിനേലും ചെയ്തോളാം. നീ ഇപ്പൊ പോവിടുന്നേ. നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എനിക്ക് നിന്നെ പോലെ വേറെ ആരെയും കാണാൻ പറ്റണില്ല. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട് തന്നെ. കൊല്ലത്തുന്നെ എല്ലാത്തിനും അടിയല്ലേ? എന്ത് മക്കളെ വിശക്കണോ നിനക്ക്? അയ്യോ, ഈ സമയത്ത് വെള്ളം പോലും കുടിച്ചൂടാ, മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ. അടക്കം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. അതുവരെ മക്കളെ ഒന്നും കഴിക്കണ്ട. വിശക്കണി ചേച്ചി, വല്ല ഇരിപ്പുണ്ടോ അതിനെ? അതുകൊണ്ട് അവിടെ അടുക്കളയിൽ ചെന്നിട്ട് പൂണോളുമ്പോ. രാവിലെ നമ്മളോട് പണിക്ക് വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളില്ലാത്ത മിറ്റ് വരുന്നു. നീ ഒരാൾ വിചാരിച്ചപ്പോൾ കണ്ട ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. ഇന്ന് പയ്യന്മാരായിട്ട് പൊന്മുടി പോയായിരുന്നു ഞാനാണ്. എന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും അമ്മച്ചിയുടെ വിധി. അപ്പൊ അതിന് നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് ചുമ്മാ ഇരുന്നാണ് ഒരുമാതിരി. നീ അമ്മച്ചി ശാപമൊന്നും കേട്ടിട്ടുണ്ടോ? ആന്ധ്രാണ്. ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവന്റെ 7 തലമുറയും നശിച്ചു പാളീസാവും. ഇത് മിണ്ടായിരുന്നാണ് ചുമ്മാ. അതിന് പരിഹാരമുണ്ട് കേട്ടാ. എന്തിനാണ്? കാശി പോണം. പോയിട്ട് കാശി പോയി 150 തവണ കുളിച്ചു തൊഴണം. പിന്നെ 1001 അമ്മമാരെ കാലി തൊട്ട് തൊഴണം. പിന്നെ 1000. അല്ല, ഈ കാശി എവിടെയാണ്? അത് രാമേശ്വരത്തിനടുത്ത് എവിടെയാണ്? പിന്നെ വിശക്കണ്ടാ,
പോയി 2 ഊണ് മേടിച്ചോണ്ട് വരൂ. എന്തോ നമ്മുടെ വഴിയെടുത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോയവര് പിന്നെ എന്തിനാണ് നമ്മളിത് കാണിക്കണേ? മതിയാക്കിക്കൊടു. പിന്നെ എന്റെ അച്ഛൻ അടിച്ചിട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കാനാ? നിന്റെ അച്ഛൻ അടി കിട്ടണത് ആദ്യം കേട്ടാ. നീ ഒന്ന് ശ്രദ്ധിച്ചാണ്. കരച്ചിലൊന്നും വർക്കാണല്ലോ. ഞാൻ കരഞ്ഞു വരുമ്പോ അവള് കയറി പൊക്കളഞ്ഞ്. വേറെ പ്ലാൻ ബി എങ്ങാണോ? നീ പുളിയിലെ വിറവ് കയറിയിട്ടുണ്ടാ? മാട്ടറിലോട്ട് വാളിയാ. എനിക്ക് തോന്നണതേ അവളെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണയാണ് അവളെ വളയ്ക്കാൻ വഴി. അത് നീ എനിക്കൊരു വഴി പറഞ്ഞാ. ഇനി വാ നീ ഇത്തരം കയറിയിട്ട് അവളെ ചേമ്പ്രസാം. ഞാനിവിടെ മരുമോനാകാൻ പോകുന്നതാണ്. നീയല്ലേ അളി എനിക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ചെയ്യാൻ. നീന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തിരിഞ്ഞാ പോന്നീ ഈ ഏരെ കണ്ടുപോരു നിന്നെ. എല്ലാത്തിനും ഞാൻ കത്തിക്കും. എന്നെ ഈ നാട്ടുകാരെ മൊത്തം മുമ്പ് വെച്ച് അടിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നണം? ആ മുരളി ഇന്ന് ഇവിടെ കിടന്ന് ഓടും. അതിന് മുരളിയല്ലല്ലോ നിന്നെ അടിച്ചേ, ആ സതീശനല്ലേ ഇന്നെ അടിച്ചേ. അവൻ വെറും കൃമി, അവനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കത്തിക്കാൻ പറ്റാതെ അവന്മാർ ഇവിടെ കിടന്ന് ഓടും. ഓ, ഓട്ടിക്കാൻ ചെന്ന് കയറിക്കോട്. ഇപ്പൊ കിട്ടിയണക്കായിരിക്കില്ല. നിനക്കെന്താ അറിയാടി? അണ്ണാ, സുധാകരൻ മാമൻ ചാവണേന് മുമ്പ് ഇവിടുത്തെ വസ്തു സുധയ്ക്ക് എഴുതി കൊടുത്തെങ്കിലും അതിൽ സാവിത്രി അമ്മച്ചിക്ക് ജീവിതകാല അവകാശം വച്ചിട്ടുണ്ട്. ഇപ്പം മോളെ കല്യാണമായി, മുരളിക്കെത്തിയ വസ്തു വിൽക്കണം. സാവിത്രി അമ്മച്ചി ജീവിച്ചിരിക്കുമ്പം അതിലൊരു തുണ്ട് വസ്തു വിൽക്കാൻ അവർ സമ്മതിക്കൂല. അപ്പോൾ സാവിത്രി അമ്മച്ചി ചാവണം. അണ്ണാ, ഇതവർ മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? ആ മുരളി. മനുഷ്യ, എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ കേട്ടാ. ദൈവത്തിന് നിരക്കൂല. എന്തിനാണ് മുരളി ഇത്? ഇതൊരു മരണ വീടല്ലേ? ഒരു മര്യാദയൊക്കെ വേണ്ടി. മനുഷ്യനാണെമ്പോൾ വീട്ടു മറ്റുള്ള വന്നാൽ പോരെ, അങ്ങനെ വിളിക്കണം എന്തിന്? ആ, തല ആദ്യം കൊണ്ട് കയറി. സ്റ്റെപ്പ് വരട്ടെ. പഴയ വീടാണ്, കട്ടള അടിച്ചിടരുത്. തല ഇങ്ങോട്ട് തെക്കോട്ട് വരട്ടെ. വിളക്കൊക്കെ കത്തിച്ചു പോയി എന്നിട്ടേ ആ പെണ്ണുങ്ങളെ കൂടെ വന്നിരിക്കാൻ പറ. എടി, ആ പ്രാന്തൻ എന്തിന്റെ കുഴപ്പം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോ അമ്മ ഒരു ബോഡി എടുത്തുകൊണ്ട് വരണം. ഇവൻ എന്തൊരു 5 കുറവുണ്ട് കേട്ടാ. അച്ഛനെങ്ങനെ ഇവനെ മനസ്സിലായ പിന്നെ തീർന്ന്. ഇവ എങ്ങനെ അറിഞ്ഞു അവിടെ മരണം? എനിക്ക് അറിഞ്ഞൂടാ. ആ ശക്തി ചേട്ടനാണെങ്കിൽ ഇവിടെ വെട്ടിയും കിളക്കൊക്കെ ചെയ്യണം. ഇതെന്തോന്നൊക്കെയാടി അവിടെ നടക്കണത്? അണ്ണാ, ഒരാൾ മരിച്ചിട്ടാണ് ആശുപത്രി കൊണ്ട് കയറ്റണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ അണ്ണാ? അതിന് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചെന്നല്ലേ അവന്മാർ പറയണ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അണ്ണാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ അവർ മരിച്ചെന്ന്? അതുള്ള തന്നെ. ആ, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം. പോലീസാ? പിന്നെ പ്രസന്ന അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ ചുമ്മാ വയ്ക്കുമെന്ന് വിചാരിച്ചാ നിങ്ങൾ എന്നോട് നോക്കൂലേ അണ്ണാ? അതിപ്പോ ഞാൻ അടിച്ച പിടുത്തവും പോയി. ഒരു ധൈര്യത്തിന് നീ ഒരു ഫുള്ളെടുത്ത് ഒരു ലിറ്റർ എടുത്ത് തരണോ ഈ പ്രസന്ന? നിങ്ങൾ എന്നോട് നിൽക്കൂ. നീ ഒരു പോരാളിയാണ്ട പ്രസന്ന. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെന്നാ. ഇന്നിവിടെ ആരെയും കത്തിക്കൂല. രതീഷേ, അത് ഇത്രയും ഒരുമിച്ച് വാരി കത്തിക്കണ്ട. അതിന്റെ പുക ക്യാൻസറസ് ആണ്. തന്നെ
പെണ്ണുങ്ങളൊക്കെ 3 മണി വരെ ഇവിടെ ശ്വസിക്കാറുള്ളതല്ലേ? എന്നാര് പറഞ്ഞു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആ ശരി. ഡേ പറഞ്ഞേ ഓ അണ്ണാ, ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്താ അതോ കരയാവോ കാര്യങ്ങൾ ചെയ്യണത്? ശാസ്ത്ര അണ്ണ അണ്ണൻ്റെ രീതിക്ക് ചെയ്യണം. ആ ഇവിടെ പിടിച്ചാ ഇതിനൊക്കെ ഓരോ രീതികളുണ്ട്. അത് ജയിക്കാനാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. തിരികെത്തിച്ചൂടെന്ന് നീ പോണെങ്കിൽ ഞാൻ പൈസ അയച്ചാൽ എനിക്കൊരു ലിറ്റർ കൂടെ എടുത്തോണ്ട് വരണേ. ആദ്യം നീ പൈസയാ? ഡേയ് പപ്പൂട്ടി രൂപ ആയിട്ട് വരണ്ടാ. നീ ഇത് വിളിച്ച് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. മുരളിയണ്ണ ആരാണ് അവന്മാരുടെ അടുത്ത് ട്യൂബ് കൊണ്ട് ചേട്ടാൻ പറഞ്ഞത്? അണ്ണ അതൊക്കെ പണ്ടേ തീരുമാനിച്ചല്ലേ അണ്ണ? തോട്ടിന്റെ അക്കരെ നിങ്ങളും ഇക്കരെ ഇങ്ങേരും ഒന്ന്. എൻ്റെ സ്വന്തം അപ്പച്ചിയാണ് ഇവിടെ മരിച്ചു കിടക്കണത്. എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ച് കെട്ടി കൊടുക്കാൻ വന്നൊന്നും അല്ലല്ലേ? അത് ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ട് വെച്ച് കിട്ടോടാ. ഡാ കുടുംബത്തിലുള്ളവർക്ക് വർക്കോറാ. പപ്പുട്ടി, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തിക്കോട്ടെ. അവ ഇവിടെ കൊണ്ടുവച്ച് കെട്ടിയതിന് ഞാൻ എന്തിനാണ്ട? അണ്ണാ വല്ലപ്പോഴാ വല്ല ബന്ധുക്കളെ മരിക്കുമ്പോഴാണ് എനിക്കൊരു വർക്ക് കിട്ടുന്നത്. അതും ആ മരം കൊണ്ട് വെച്ച് കെട്ടിയാ ഇനി ഇവിടെ ആരെങ്കിലും മരിക്കുമ്പോ ആൾക്ക് അവന് കൊടുക്കാന്ന് പറയണേ മുരളി അല്ലേ? അണ്ണാ മുരളി അണ്ണ കൊച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞ് വേണുവിനെ പേടിക്കണോണ്ടല്ലേ? ഇല്ലെങ്കിൽ എന്നെ വലിച്ചൊരു ഉടി തന്നെയായിരുന്നു. വേണുവിന് സ്വപ്പം ഇടം കിട്ടിയ പിന്നെ അവന്റെ മെഗാ ഷോ തന്നെ. അണ്ണാ നമ്മളെ ഈ കരയോത്ത് തന്നെ ഈ വേണുവിനെ കണ്ടുകൂടാത്ത ഏതെങ്കിലും വീട്ടിൽ മരിപ്പ് കിടക്കട്ടെ, അവന്റെ മരണ വീട്ടിലെ ഷോ അന്ന് തീർത്തു കൊടുക്കും ഞാൻ. അണ്ണാ നിങ്ങൾ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? തീരെ അറ്റം പറ്റി കിടക്കല്ലായിരുന്നു അവര്? അമ്മയ്ക്കിപ്പം കുഴപ്പമൊന്നുമില്ലടാ, എണീറ്റിരിക്കുകയൊക്കെ ചെയ്യും. തന്നെ ഇല്ല, എവിടെയെങ്കിലും വെച്ചെനിക്ക് അവനെ കിട്ടും.